ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഇന്ത്യ AI ഇംപാക്ട് എക്സ്പോയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. മാനവ പുരോഗതിക്കായി നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി. പുതിയ സാങ്കേതിക വിദ്യകളെ ആത്മവിശ്വാസത്തോടെ സ്വീകരിക്കുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ പുനഃപരിശോധനാ ഹർജികളിൽ ഏപ്രിൽ 7 മുതൽ സുപ്രീംകോടതിയുടെ 9-അംഗ ബെഞ്ച് വാദം കേൾക്കും. ദേശീയ സംവിധാനങ്ങളിലൂടെ പ്രതിരോധശേഷിയിൽ ഇന്ത്യൻ സായുധ സേന സ്വയം പര്യാപ്തത പ്രകടമാക്കിയതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ 25 മുതൽ വിതരണം ചെയ്യും. ICC 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇറ്റലിയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട്. വാർത്തകൾ വിശദമായി. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഉച്ചകോടിയുടെ ഭാഗമായ ഇന്ത്യ AI ഇംപാക്ട് എക്സ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. എക്സ്പോ വിശദമായി വീക്ഷിച്ച പ്രധാനമന്ത്രി പ്രദർശനത്തിൽ പങ്കെടുത്തവരുമായി സംവദിച്ചു. ആഗോള നിർമ്മിത ബുദ്ധി രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നതാണ് ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 5 ദിവസത്തെ ഉച്ചകോടി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോ, ബ്രസീൽ പ്രസിഡന്റ് ലുല ഡെ സൽവ, സ്പെയിൻ പ്രസിഡന്റ് പെദ്രോ സാഞ്ചോസ് തുടങ്ങി 20 ലോക നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 45 രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിതല സംഘങ്ങളും പരിപാടിയിൽ അണിനിരക്കുന്നു. ഇന്ത്യയുടെ വികസന യാത്രയിൽ നിർമ്മിത ബുദ്ധിക്കുള്ള പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഉച്ചകോടി സംഘടിപ്പിച്ചിരിക്കുന്നത്. AI ഇംപാക്ട് ഉച്ചകോടിക്കായി ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്നത് രാജ്യത്തിന് അഭിമാനം പകരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മാനവ പുരോഗതിക്കായി നിർമ്മിച്ച ബുദ്ധി പ്രയോജനപ്പെടുത്തുന്നതിൽ രാജ്യത്തിന്റെ പ്രതിജ്ഞാബദ്ധത ഉച്ചകോടിയിലൂടെ വ്യക്തമാകുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. 13 രാജ്യങ്ങളുടെ പവലിയനുകളാണ് ഇന്ത്യ AI ഇംപാക്ട് എക്സ്പോയിലുള്ളത്. രാജ്യത്തിന്റെ സാങ്കേതിക ശേഷി വിശദീകരിക്കുന്ന പ്രത്യേക പവലിയൻ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം ഉച്ചകോടിയിൽ ഒരുക്കിയിട്ടുണ്ട്. തൊഴിൽ സാധ്യത, റോഡ് സുരക്ഷ, കൃഷി എന്നിവയിലെ AI സാധ്യതകൾ, ഇന്ത്യ AI മിഷൻ തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകളാണ് ഉച്ചകോടിയിൽ ഇന്ന് നടന്നത്. രാജ്യത്തെ അതിവേഗം വളരുന്ന ക്രിയേറ്റർ സമ്പദ് വ്യവസ്ഥയ്ക്ക് പിന്നിൽ ശക്തമായ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളും ഡിജിറ്റൽ വൈദഗ്ധ്യമുള്ള ജനതയുമാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് AI ഇംപാക്ട് ഉച്ചകോടിയോടനുബന്ധിച്ചുള്ള ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി, കാലാവസ്ഥാ പ്രവചനം തുടങ്ങി വിവിധ മേഖലകളിൽ നിർമ്മിത ബുദ്ധിയുടെ പരിവർത്തനാത്മക സ്വാധീനം ചൂണ്ടിക്കാട്ടിയ കേന്ദ്രമന്ത്രി പുതിയ സാങ്കേതിക വിദ്യകളെ ആത്മവിശ്വാസത്തോടെ സ്വീകരിക്കുന്ന രാജ്യമാണ് ഇന്ത്യയെന്നും പറഞ്ഞു. In the AI summit, the basic theme is impact. We are basically measuring and looking at what the impact on human society is going to be. There are many items which have very positive impact. For example, in agriculture, in weather forecasting, in climate change, in discovery of new materials, in productivity of our people. Everywhere there are so many positive things. Simultaneously, there is a negative impact also. How do we balance the two so that we can get the benefit while we can contain the harms? That's what we intend to cover in the next few days. സാങ്കേതിക വിദ്യയുടെ അപകട സാധ്യതകൾ ചൂണ്ടിക്കാട്ടിയ ശ്രീ വൈഷ്ണവ് സന്തുലിതവും ഉത്തരവാദിത്വമുള്ളതുമായ AI രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യ നേതൃപരമായ പങ്ക് വഹിക്കുന്നതായും അഭിപ്രായപ്പെട്ടു. തദ്ദേശീയ ആശയവിനിമയ സംവിധാനങ്ങൾ, നിരീക്ഷണ ഉപകരണങ്ങൾ, ആയുധങ്ങൾ എന്നിവയുടെ ഉപയോഗത്തിലൂടെ പ്രതിരോധശേഷിയിൽ സായുധ സേന സ്വയം പര്യാപ്തത പ്രകടമാക്കിയിട്ടുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ബംഗളൂരുവിലെ DRDO ഗ്യാസ് ടർബൈൻ റിസർച്ച് സ്ഥാപനം സന്ദർശിച്ച് സൈനിക ആവശ്യത്തിനായുള്ള തദ്ദേശീയ ഗ്യാസ് ടർബൈൻ എഞ്ചിൻ വികസന പുരോഗതി വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. മാറിക്കൊണ്ടിരിക്കുന്ന ഭൌമ രാഷ്ട്രീയ സാഹചര്യത്തിൽ എയ്റോ എഞ്ചിൻ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചു. കശ്മീരും വടക്ക് കിഴക്കൻ പ്രദേശങ്ങളും മാവോയിസ്റ്റ് ബാധിത മേഖലകളും അക്രമത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തമാകുന്ന ദിവസം വിദൂരമല്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഈ മേഖലകളിലെ അക്രമ സംഭവങ്ങളിൽ അടുത്ത കാലത്തായി 80% കുറവ് വന്നെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹി പോലീസിന്റെ 79ാമത് സ്ഥാപക ദിനത്തിൽ സേനാ അംഗങ്ങൾക്ക് ആശംസകൾ നേരുകയായിരുന്നു അദ്ദേഹം.
2014 से 2026 के 12 साल देश की आंतरिक सुरक्षा के लिए हमारा इतिहास हमेशा सुवर्णमयी कालखंड के रूप में इसको अंकित करेगा। धारा 370 के निरस्तीकरण के बाद कश्मीर, नॉर्थ ईस्ट और माओवादी क्षेत्र में हिंसा के आंकड़ों को हम 80% तक कम करने में सफल हुए हैं और वो दिन दूर नहीं है जब ये तीनों क्षेत्र पूर्णतया हिंसा से मुक्त हो जाएंगे। ശബരിമല യുവതി പ്രവേശന വിഷയത്തിലെ പുനഃപരിശോധനാ ഹർജികൾ ഏപ്രിൽ 7 മുതൽ സുപ്രീം കോടതിയുടെ 9-അംഗ ബെഞ്ച് വാദം കേൾക്കും. പുനഃപരിശോധനയെ പിന്തുണയ്ക്കുന്നവരുടെയും എതിർക്കുന്നവരുടെയും വാദങ്ങൾ കോടതി വിശദമായി കേൾക്കും. വാദം 22ഓടെ പൂർത്തിയാകുമെന്ന് കോടതി അറിയിച്ചു. 9-അംഗ ബെഞ്ചിലെ അംഗങ്ങളെ നിശ്ചയിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് ഉത്തരവ് പുറപ്പെടുവിക്കും. വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും സംസ്ഥാന സർക്കാർ നിലപാടെടുക്കുകയെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. സന്താലി ഭാഷയിലെ ഓൾഡ് സിക്കി ലിപി സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ശ്രമിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ നടന്ന ഓൾഡ് സിക്കി ലിപി ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. UPSC പരീക്ഷയിൽ ഓൾഡ് സിക്കി ലിപി ഉൾപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെയും രാഷ്ട്രപതി പ്രശംസിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്ന് 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് newsonair.gov.in, prasarbharati.gov.in എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിക്കുക. സംസ്ഥാനത്ത് ഫെബ്രുവരിയിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ഈ മാസം 25 മുതൽ വിതരണം ചെയ്തു തുടങ്ങും. ഇതിനായി 1050 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് 2000 രൂപ വീതം പെൻഷൻ ലഭിക്കുക. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ അനിശ്ചിതകാല OP ബഹിഷ്കരണവും അധ്യാപന ബഹിഷ്കരണവും ആരംഭിച്ചു. സീനിയർ ഡോക്ടർമാർ OPയിൽ നിന്ന് വിട്ടുനിന്നു. PG വിദ്യാർത്ഥികളും ഹൌസ് സർജന്മാരുമാണ് ഇന്ന് രോഗികളെ പരിശോധിച്ചത്. 19 മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും 26 മുതൽ എല്ലാ പരീക്ഷാ ജോലികളും ബഹിഷ്കരിക്കുമെന്നും മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘടനയായ KGMCTA അറിയിച്ചു. സംസ്ഥാനത്ത് റംസാൻ വ്രതാരംഭവുമായി ബന്ധപ്പെട്ട് വിവിധ ജമാഅത്തുകളിലെ ഇമാമുമാരുടെയും മഹല്ല് ഭാരവാഹികളുടെയും യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വൈകുന്നേരം 6:30 പാളയം ജുമാ മസ്ജിദിൽ ചേരുന്ന യോഗത്തിൽ വ്രതാരംഭവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്ന് പാളയം ഇമാം VP ഷുഹൈബ് മൗലവി അറിയിച്ചു. ഹജ്ജ് പ്രതിനിധികൾക്കുള്ള പരിശീലന പരിപാടി ന്യൂനപക്ഷകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ചു. ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 1.75 ലക്ഷം ഇന്ത്യൻ തീർത്ഥാടകർ പങ്കെടുക്കുന്ന 2026 ഹജ്ജ് കർമ്മത്തിനായുള്ള തയ്യാറെടുപ്പുകളുടെ തുടക്കമാണ് പരിപാടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 22-ന്. പരിപാടിയുടെ 131-ാം പതിപ്പാണിത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 20 വരെ അറിയിക്കാം. ICC പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇറ്റലിക്കെതിരെ ഇംഗ്ലണ്ടിന് 24 റൺസിന്റെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 202 റൺസ് നേടിയപ്പോൾ ഇറ്റലി 178 റൺസിന് പുറത്താവുകയായിരുന്നു. ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ UAEക്ക് എതിരെ അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റിന് ജയിച്ചു. മൂന്നാം മത്സരത്തിൽ ഓസ്ട്രേലിയ ശ്രീലങ്കയെ നേരിടുകയാണ്. കേന്ദ്രമന്ത്രി അമിത്ഷാ നാളെ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ സംസ്ഥാന സഹകരണ മന്ത്രിമാരുടെ ഉന്നതതല മന്ഥൻ യോഗത്തിന് അധ്യക്ഷത വഹിക്കും. സംസ്ഥാനങ്ങളുടെ മികച്ച അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനും ഭാവിയിലേക്കുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനുമാണ് യോഗമെന്ന് സഹകരണ മന്ത്രാലയം അറിയിച്ചു. രാജസ്ഥാനിലെ ഭിവാഡിയിൽ ഫാക്ടറിയിലുണ്ടായ തീപിടുത്തത്തിൽ 8 പേർ മരിച്ചു. ഖുഷ്കേര വ്യാവസായിക മേഖലയിലാണ് തീപിടുത്തമുണ്ടായത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ AI ഇമ്പാക്ട് എക്സ്പോയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. മാനവ പുരോഗതിക്കായി നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പുതിയ സാങ്കേതിക വിദ്യകളെ ആത്മവിശ്വാസത്തോടെ സ്വീകരിക്കുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ പുനഃപരിശോധനാ ഹർജികളിൽ ഏപ്രിൽ 7 മുതൽ സുപ്രീം കോടതിയുടെ 9-അംഗ ബെഞ്ച് വാദം കേൾക്കും.
തദ്ദേശീയ സംവിധാനങ്ങളിലൂടെ പ്രതിരോധ ശേഷിയിൽ ഇന്ത്യൻ സായുധ സേന സ്വയം പര്യാപ്തത പ്രകടമാക്കിയതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് ഈ മാസം സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ 25 മുതൽ വിതരണം ചെയ്യും. ICC 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇറ്റലിയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.